എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി തൊണ്ടയുടെ ശബ്ദമൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ, കോൾഡ് ഉണ്ട്. തിരുവാതിരപ്പുഴുക്ക് എന്ന് പറയും, ഒരു സിമ്പിൾ പുഴുക്ക്. തിരുവാതിരയ്ക്കല്ല, നമുക്ക് ഒരിക്കലും ഏകാദശിക്കൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പുഴുക്ക്. അതിന് വേണ്ടിയിട്ട് ഇതാ ഇടിച്ചക്ക ഇടാൻ പോവുക കേട്ടോ. കണ്ടോ, ഇഷ്ടംമാതിരി ഇടിച്ചക്ക ഉണ്ട്. അപ്പം നമ്മുടെ പുഴുക്കിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മുതിര നന്നായിട്ട് വറുത്തതിന് ശേഷം 2 പ്രാവശ്യം കഴുകിയിട്ട് കുതിർത്താൻ വേണ്ടി വെച്ചിരുന്നു. വെള്ളം വരാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളപ്പയർ ഞാൻ രാത്രി തന്നെ ഇട്ടു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കുറച്ചധികം വേവുള്ളതാ തോന്നി, അപ്പോൾ രാത്രി ഇട്ടു. രാവിലേക്കും കണ്ടോ കുറച്ചെണ്ണം മുളച്ചിരിക്കുക. വെള്ളപ്പയർ എടുത്തിട്ടുണ്ട്. സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ അരേശ ഗ്ലാസ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തിരുവാതിരപ്പുഴുക്ക് ഞാൻ 2 എണ്ണം കേമായിട്ടുള്ളത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തിരുവാതിരക്കാലല്ല, അതുകൊണ്ട് തന്നെ ഇനി വരുന്നത് തിരുവാതിരപ്പുഴുക്കാണല്ലോ. മാത്രമല്ല ഇവിടെ ഇടിച്ചക്കയൊക്കെ കുറേശ്ശെ വലുതാവാൻ തുടങ്ങി, ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇടിച്ചക്കയും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള കഷ്ണങ്ങൾ വെച്ച്, കാച്ചിലൊന്നും ചേർത്തിട്ടില്ല, ഞാൻ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും ചേർത്തിട്ടില്ല, കൂർക്ക മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പുഴുക്ക്, കഞ്ഞിയും പുഴുക്ക് എപ്പോൾ വേണമെങ്കിൽ ആവാമല്ലോ. ഏകാശിക്കാവാം അല്ലേ, ഒരിക്കലും എടുക്കുമ്പോഴൊക്കെ ആവാം. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിന്ന് ചെയ്യുന്നത്. കപ്പ മാത്രം ഞാൻ അഡീഷണലായി വാങ്ങിച്ചു, അതുമാതിരി കുറച്ച് കൂർക്കയും. അപ്പോൾ ഇടിയഞ്ചക്കയൊക്കെ ഇങ്ങനെ നുറുക്കിയാൽ മതി കേട്ടോ, വല്ലാതെ ചെറുതാക്കൊന്നും വേണ്ട. ഞാൻ എല്ലാം നുറുക്കിയിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ വലിയ കഷ്ണം തന്നെ ആയാൽ മതി. അതുപോലെ ഒരു വലിയ കപ്പയുടെ 1/2 കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വേവണതാണ്. വേവണ കപ്പന്നെ നോക്കിയെടുക്കണം. അതുപോലെ തന്നെ ഒരു പൊണങ്കായ പറയില്ലേ, അതൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കൂർക്ക. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് എൻ്റെ പുഴുക്ക് കേട്ടോ. കേമായിട്ടുള്ളൊരു പുഴുക്കുണ്ടാക്കാം. കഞ്ഞിയോ ഗോതമ്പ് കഞ്ഞിയോ അല്ലെങ്കിൽ തന്നെ സാധാരണ ഗോതമ്പ് റവ ഉപ്പുമാവോ എന്ത് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം കഴിക്കാം. ഞാൻ പുഴുക്കുണ്ടാക്കിയാൽ ഒന്നും കഴിക്കാറില്ല, പുഴുക്ക് മാത്രം കഴിക്കാറ് കേട്ടോ. അതിങ്ങനെ പ്ലേറ്റിലേക്ക് എടുക്കേണ്ട, നിങ്ങൾക്കൊക്കെ പേടിയാവും, അത്രയും കഴിക്കും. അപ്പോൾ നമുക്ക് എല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 4 വിസിൽ കേട്ടോ. വേണമെങ്കിൽ പുഴുക്കിലേക്ക് കുറച്ച് ചെറുപയർ ആഡ് ചെയ്യാം, പക്ഷെ ഞാനത് ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും പുഴുക്കുണ്ടാക്കുന്ന സമയത്ത് ഈ മുതിര അവോയ്ഡ് ചെയ്യരുത് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്, മുതിര വേണം പുഴുക്കിലേക്ക്. അത് ആ വറുത്തിട്ടുള്ളതും കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു മണമാണ്. അമ്പലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആവില്ലേ. അതേപോലെ തന്നെ നമുക്ക് നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. വെള്ളപ്പയർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ കഷ്ണങ്ങളും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂർക്ക, കായ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയില്ലേ ക്വാണ്ടിറ്റി. ഇനിയിപ്പോൾ നാളികേരം കൂടി ചേർക്കുമ്പോഴേക്കും എത്ര ഉണ്ടാവുമെന്ന്. അങ്ങനെ വേണം, കുറുകുറേനാണ് പുഴുക്കേ. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. സാധാരണ കൂട്ടാനിലേക്ക് ഇടുന്ന അത്ര വേണ്ട കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി. ഞാൻ മുളക് അരയ്ക്കുന്നുണ്ട്, അത് കാരണം വളരെ കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. കല്ലുപ്പ് വേണമെങ്കിൽ ഇടാൻ, നമുക്ക് ഇത്രയും കഷ്ണങ്ങൾ ഉണ്ടാവുകൊണ്ട്. പക്ഷെ ഞാനിവിടെ പൊടിയുപ്പ് തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 4 വിസിൽ കേട്ടോ. സാധാരണ 4 വിസിലിൽ വെന്ത് കിട്ടാറുണ്ട്. അടുപ്പത്തുണ്ടയ്ക്കാം. അപ്പോൾ ഞാൻ എന്താ ഗ്യാസ് കൊളുത്തിട്ട് അടുപ്പത്തുണ്ടച്ചിട്ടുണ്ട്. സാധാരണ ഗതിയിൽ ഒരു 4 വിസിൽ, എന്തായാലും 4-5 വിസിലായിക്കോട്ടെ. നന്നായിട്ട് വേവണം. പിന്നെ നിങ്ങൾക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ. അപ്പോൾ ഞാൻ നമ്മുടെ പുഴുക്കിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ നാളികേരത്തിൻ്റെ ഒരു മുറി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ല ജീരകം, അതുപോലെ തന്നെ അധികം അരി വേണ്ട. അത് കാരണം തന്നെ ഞാൻ 3-4 മുളക് എടുത്തിട്ടുള്ളൂ. കുറച്ച് മുളക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, കാരണം ഇതൊക്കെ തനിയെ കഴിക്കുന്നത് അധികം. അപ്പോൾ അത് കാരണം തന്നെ ഇത്രയും മതി. ഇത് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. തുറന്ന് നോക്കാം. ഒരു 5 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ. ഇനി ഞാനിതൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിടും കേട്ടോ. എന്നിട്ട് നമുക്ക് അരച്ചതൊക്കെ ഒഴിക്കാം. ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം. എന്നിട്ട് വേറെ ചട്ടിയിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നു. ഈ സമയത്ത് നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. നല്ല ജീരകം എന്തായാലും അരയ്ക്കണം കേട്ടോ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അധികം മുളകും വേണ്ട. കുറച്ച് വെള്ളം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഒരു തിള വന്നാൽ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലിരുന്നിട്ട് തിളച്ചോളൂ കേട്ടോ. കറക്റ്റ് പാകാവുന്ന ഇരിക്കുമ്പോഴേക്ക്
ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. ഞാൻ ഉപ്പൊക്കെ നോക്കി നല്ല പാകമാണ്. ഒരു തിള വരട്ടെ. നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം കണ്ടോ, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നിലയ്ക്കുന്നുണ്ടോ? കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല വെളിച്ചെണ്ണ, ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഒഴിച്ചു കൊടുക്കുക. ഇപ്പം മില്ലുകളിലൊക്കെ നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ കിട്ടും. പുഴുക്കിലൊക്കെ പ്രത്യേകിച്ച് ഒഴിക്കുമ്പോൾ അങ്ങനത്തെ കൂടി ആയാണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത്ര പണിയുള്ളൂ. പുഴുക്കൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും പറയാം അത്ര പണിയുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഇടിച്ചൊക്കെ ഒന്ന് ഇനി വലുതാവണ്ടല്ലോ വെച്ചിട്ട് മാത്രമല്ല, തിരുവാതിര ഇപ്പോൾ അടുത്ത മാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉള്ള കഷ്ണങ്ങൾ വെച്ചിട്ടുള്ള ഒരു പുഴുക്ക് കേട്ടോ. പുഴുക്ക് വിളമ്പാം. ഞാൻ പുഴുക്കുണ്ടാക്കിയ വേറെ ഒന്നും കഴിക്കില്ല കേട്ടോ. കഞ്ഞിയും ചോറും ഒന്നും കഴിക്കില്ല, വെറും പുഴുക്ക് കഴിക്കും. കണ്ടോ, ഇനി ഇത്ര ഉണ്ട്. എല്ലാവരും കഴിച്ചോളൂ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നടക്കണം. അതുവരെയൊക്കെ ടാറ്റാ.